10 years of memory destroyed in a second by money. കുറച്ച് ദിവസമായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്തൊരു ലവ് സ്റ്റോറി ഞാൻ പറയാം. എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്. അവർ ലാസ്റ്റ് 10 ഇയേഴ്സായിട്ട് റിലേഷൻഷിപ്പില്ല. അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തി റിലേഷൻഷിപ്പാണ്. നോ ട്രസ്റ്റ് ഇഷ്യൂ, നോ ലോയൽറ്റി ഇഷ്യൂ, ചതി, വഞ്ചന, കള്ളത്തരം, ഇങ്ങനത്തെ ഒരു കാര്യമില്ല. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം അവൾ വന്നിട്ട് പറയുവാണ് ലെറ്റ്സ് ബ്രേക്കപ്പ്. ഇവള് വന്ന് ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന് ഈസി ആയിട്ട് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് പറഞ്ഞു എനിക്കിതിന് ഭയങ്കര വിഷമമുണ്ട്, പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ മാറി അവളോട് റീസൺ ചോദിച്ചപ്പോഴും അവൾ അറിയത്തില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവൾക്ക് അതിൻ്റെ എക്സാക്റ്റ് റീസൺ അറിയാം. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവളെ എങ്ങനെ വിലയിരുത്തും എന്നുള്ള ഒരു ഒറ്റ പേടി കൊണ്ട് അവൾ എടുത്തിട്ടൊരു വേർഡാണ് എനിക്കറിയത്തില്ല. ഈ അറിയത്തില്ലെന്ന് പറയുന്നവർക്ക് അതിൻ്റെ യഥാർത്ഥ റീസൺ കറക്റ്റായിട്ട് അറിയാം, പക്ഷെ അവർ പറയത്തില്ല. കുറേ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവൾ ഇതിൻ്റെ റീസൺ പറഞ്ഞു. ഇവരുടെ വീട്ടിൽ ഈ റിലേഷൻഷിപ്പ് അറിയാം, അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ ഏതോ ഒരു അമ്മാവൻ ഇവക്കൊരു പ്രപ്പോസൽ കൊണ്ടുവന്നു. അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ടീംസാണ്. ആ ചെറുക്കൻ എബ്രോഡ് സെറ്റിലാണ്. സോ ഞാൻ എന്തിനും ഇവനെ പറ്റി ചിന്തിക്കണം? ഇവള് ഞങ്ങളോട് ചോദിച്ച ചോദ്യമാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി, ഇറ്റ്സ് ഓൾ അബൌട്ട് ലക്ഷറി. ദർ ഈസ് ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ മണി ആൻഡ് ലക്ഷറി. കുറേ പറഞ്ഞു നോക്കി, മനസ്സിലാകത്തില്ലെന്ന് അഭിനയിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇവക്ക് ഈ പൈസക്കാരനെ കണ്ടു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് 10 ഇയർ മെമ്മറി ഇവള് കാറ്റി പറത്തി വിട്ടു. പക്ഷേ ഈ ചെറുക്കൻ്റെ കാര്യം അങ്ങനെ എല്ലാം കയ്യിൽ നിന്ന് പോയി നിൽക്കുക. സോ ഇതിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഹേർട്ടാവുന്നത്? സോ ഡിയർ ബോയ്സ് ആൻഡ് ഗേൾസ്, എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, അതിന് 10 ആയിക്കോട്ടെ 15 വർഷം ആയിക്കോട്ടെ, അത് എൻറ്റയർലി ടോക്സിക് ആണ്. അത് നിങ്ങളെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ ഉറപ്പുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് നിങ്ങൾ കണ്ടം വഴി ഓടിക്കോണം. ഒരു നിമിഷം പോലും പിന്നെ ആ റിലേഷൻഷിപ്പിൽ നിൽക്കരുത്. മണി മാറ്റേഴ്സ്, മണി ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇഫ് യുവർ പേരൻറ്റ് റിച്ച്, ദാറ്റ് ഡസൻ മീൻസ് യു ആർ റിച്ച്. ഇഫ് യുവർ പാർട്ട്ണർ റിച്ച്, ദാറ്റ് ഡസൻ മീൻസ് യു ആർ റിച്ച്. നീ എന്ന് നിന്റെ കാലിൽ പൈസ ഉണ്ടാക്കുന്നോ അന്ന് മാത്രമേ റിച്ച് ആവത്തുള്ളൂ. നീ അതുവരെ നീ ഡിപ്പെൻഡൻ്റ് ആണ്, നീ ഇൻഡിപെൻഡൻ്റ് അല്ല. അതാദ്യം മനസ്സിലാക്കണം. ഒരു കാര്യം ഞാൻ പറയാം, ഇന്നത്തെ കാലത്ത് നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ്, നമ്മളെ ചീറ്റ് ചെയ്യത്തില്ലെന്ന് ഉറപ്പുള്ള ഒരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. അത് ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ രണ്ടുപേരും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ബിൽഡ് എനിത്തിങ്. ബിക്കോസ് ടുഡേയ്സ് വേൾഡ് മേക്കിംഗ് മണി isn't it impossible. If you are agree with me, just comment a red heart. Otherwise, tell your opinion.